നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. സിബിഐ കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. അലോക് വർമ്മയ്ക്ക് സിബിഐ ഡയറക്ടറായി തുടരാമെന്ന് സുപ്രീം കോടതി. വർമ്മയ്ക്കെതിരായ പരാതികൾ ഉന്നതാധികാര സമിതി നേരിട്ട് അന്വേഷിക്കട്ടെ എന്നും കോടതി. വിധി തയ്യാറാക്കിയത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് പൊതുജനം. സംസ്ഥാനത്ത് റോഡ് റെയിൽ ഗതാഗതം താറുമാറായി. കൊച്ചി കപ്പൽശാലയിലും പോർട്ട് ട്രസ്റ്റിലും ഏലൂരിലും തൊഴിലാളികളെ തടഞ്ഞു. ഹർത്താൽ അതിക്രമങ്ങളിൽ ശബരിമല കർമ്മസമിതിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് പ്രക്ഷോഭങ്ങളിൽ സ്വകാര്യ മുതൽ നശിപ്പിക്കുന്നത് പൊതുമുതൽ നശീകരണത്തിന് തുല്യമാക്കി. ഇത് സംബന്ധിച്ച ഓർഡിനൻസ് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് എരുമേലി വാവരുപള്ളിയിൽ കയറാനെത്തിയ 3 സ്ത്രീകൾ റിമാൻഡിൽ. തമിഴ്നാട്ടിലെ ഹിന്ദു മക്കൾ കക്ഷി പ്രവർത്തകരാണ് പാലക്കാട് വെച്ച് അറസ്റ്റിലായത്. പിരിച്ചുവിടപ്പെട്ട KSRTC എംപാനൽ ജീവനക്കാർ സമരം വീണ്ടും ശക്തമാക്കുന്നു. ഈ മാസം 21-ന് എംപാനൽ കൂട്ടായ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തും. തൊഴിലാളി യൂണിയനുകളും സർക്കാരും വഞ്ചിച്ചെന്ന ആരോപണം. പരിസ്ഥിതിവാദം ഉന്നയിച്ച് നാടിന്റെ പുരോഗതി തടയാൻ ശ്രമം നടക്കുന്നതായി മന്ത്രി EP ജയരാജൻ. ന്യൂ ജനറേഷൻ കാലമാണ്. പുതിയ കാലത്തെ യുവാക്കൾ അതിനൂതനമായ ആശയങ്ങളുടെ വക്താക്കളാണെന്നും അവരെ പഴഞ്ചൻ ആശയങ്ങൾ കൊണ്ട് നേരിടാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു. ഓഖി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ബോട്ടുകളും കപ്പലുകളും ട്രാക്ക് ചെയ്യുന്ന സംവിധാനം ഒരുക്കാൻ കേന്ദ്ര സഹായം തേടിയെന്ന് ഫിഷറീസ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ റോഡ് സെസ് പിൻവലിക്കണമെന്നും ആവശ്യം. മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കുടുംബത്തിനായി പണികഴിപ്പിച്ച വീട് ഈ മാസം 14-ന് മുഖ്യമന്ത്രി കൈമാറും. മാതാപിതാക്കളുടെ സംരക്ഷണത്തിനായി സമാഹരിച്ച കുടുംബ സഹായ നിധിയും മുഖ്യമന്ത്രി കൈമാറും. കോഴിക്കോട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാരെ മാറ്റി. ആലപ്പുഴ SP S. സുരേന്ദ്രൻ പുതിയ തിരുവനന്തപുരം കമ്മീഷണറാവും. സഞ്ജയ് കുമാറാണ് കോഴിക്കോട് കമ്മീഷണർ. ആലുവ ശിവരാത്രി മണപ്പുറത്തുള്ള കുട്ടിവനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആളപായമില്ല. ഗോപാൽ ഭാർഗവെ മധ്യപ്രദേശ് നിയമസഭാ പ്രതിപക്ഷ നേതാവ്. മുൻ മന്ത്രിയാണ് ഗോപാൽ ഭാർഗവെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയായിരുന്നു. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം വിവാദത്തിൽ. ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുന്ന കാര്യം അറിയില്ലെന്ന് മന്ത്രി G. സുധാകരൻ. ഫെബ്രുവരി 12-ന് മുഖ്യമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. തലസ്ഥാന നഗരിക്ക് വർണ്ണ വൈവിധ്യങ്ങളുടെ കാഴ്ചയൊരുക്കി വസന്തോത്സവം ജനുവരി 11 മുതൽ 20 വരെ കനകക്കുന്നിലും സൂര്യകാന്തിയിലും നടക്കും. പ്രദർശന സ്റ്റാളുകളിലും മേളയുടെ ഉദ്ഘാടനവും ജനുവരി 11-ന് വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വയനാട് ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്താൻ DTPCക്ക് നിർദ്ദേശം നൽകുമെന്ന് കളക്ടർ AR അജയ് കുമാർ. ഹരിത കേരള മിഷന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് തീരുമാനം. ശബരിമലയിൽ താൽക്കാലിക തൊഴിലാളികൾക്ക് കരാറുകാരുടെയും ഏജന്റുമാരുടെയും പീഡനം. തമിഴ്നാട്ടിൽ നിന്നും ദിവസക്കൂലിക്ക് കൊണ്ടുവന്ന തൊഴിലാളികളാണ് സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്നത്. ദേവസ്വം ബോർഡ് നൽകുന്ന കൂലി പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ഇവരെ കബളിപ്പിച്ച് കരാറുകാരും ഏജന്റും മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളാണ്. കായംകുളത്ത് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം 10 പേർക്ക് പരിക്ക്. KP റോഡിൽ 1-ാം കുറ്റി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താപനില 0-നും താഴെ തുടരുന്ന മൂന്നാറിൽ കനത്ത മഞ്ഞുവീഴ്ച. മൂന്നാറിന്റെ കുളിര് തേടി നിരവധി സഞ്ചാരികളാണെത്തുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവാകുകയാണ് ഈ മഞ്ഞുകാലം. പ്രളയത്തെ അതിജീവിച്ച മൂന്നാറിന് പ്രതീക്ഷയാവുക കൂടിയാണ് ഈ മഞ്ഞുകാലം. കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിയമവിരുദ്ധമായി ദത്തെടുക്കുവാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. അനധികൃതമായി കുഞ്ഞിനെ ദത്തെടുക്കുന്നത് ബാലനീതി നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്.
കർണാടകയിലെ ശിവമോഗ ജില്ലയിൽ കുരങ്ങുപനി ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലും രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. രോഗം പടരാനിടയുള്ള മേഖലകളിൽ വനത്തിനകത്ത് ജോലി ചെയ്തു പോകുന്ന ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ കുത്തിവയ്പ് നേടണമെന്ന് നിർദ്ദേശമുണ്ട്. പാർട്ടി തീരുമാനം അവഗണിച്ച് വനിതാ മതിലിൽ അണിചേർന്ന കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് മെമ്പറെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്ത തന്നോട് പാർട്ടി കാണിച്ചത് വിവേചനമാണെന്ന് മെമ്പർ NP കമല പറഞ്ഞു. പോലീസിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. അനീതി സംഘത്തിന്റെ സ്വകാര്യ വാഹനം നിലയ്ക്കലിൽ നിന്ന് കയറ്റിവിട്ടത് ആരാണെന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. യുവതി പ്രവേശനത്തിന് അജണ്ടയുണ്ടോ എന്നും ഹൈക്കോടതി. നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ KLM ആക്സിവയുടെ 20ാം വാർഷികാഘോഷങ്ങൾ കൊച്ചിയിൽ ആരംഭിച്ചു. 20 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് KLM ആക്സിവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രളയബാധിതർക്ക് 20 വീടുകൾ നിർമ്മിച്ചു നൽകാനും ക്യാൻസർ രോഗികൾക്കായി ക്യാൻ സേവ് ക്യാൻസർ കെയർ പദ്ധതി പ്രഖ്യാപിക്കാനും 20ാം വാർഷികാഘോഷം വേദിയായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ അവാമി ലീഗ് അധ്യക്ഷ ഷെയ്ഖ് ഹസീന സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് 4ാം തവണയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരമിരിക്കുന്ന BJP നേതാവ് PM വേലായുധനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പകരം പ്രൊഫസർ VT രമ നിരാഹാര സമരം തുടങ്ങി. BJP സമരം 37 ദിവസം പിന്നിടുകയാണ്. ശബരിമല പ്രവേശനത്തിന് ശ്രമിച്ചതിനു ശേഷം വ്യാപക സംഘപരിവാർ BJP ആക്രമണം നേരിടുന്നതായി ആദിവാസി വനിതാ പ്രസ്ഥാനം നേതാവ് അമ്മിണി. ഭീഷണിപ്പെടുത്തിയവരുടെ പേരുകൾ സഹിതം പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. കൂട്ടായ്മയുമായി ആലോചിച്ച ശേഷം ഉടൻ ശബരിമലയിലേക്ക് തിരിക്കുമെന്നും അമ്മിണി 24നോട് പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ നൽകിയില്ലെങ്കിൽ ബദൽ മാർഗം തേടുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് KSRTC. ലിറ്ററിന് 2 രൂപയോളം കുറച്ചു നൽകണമെന്നാണ് KSRTCയുടെ ആവശ്യം. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്വകാര്യ കമ്പനികളോടടക്കം ചർച്ച നടത്താനാണ് KSRTC ആലോചിക്കുന്നത്. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ബാഗ്ദിസ് പ്രവിശ്യയിൽ താലിബാൻ നടത്തിയ ആക്രമണത്തിൽ പോലീസുകാർ ഉൾപ്പെടെ 21 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. 2 സുരക്ഷാ ചെക്ക് പോസ്റ്റുകളാണ് ആക്രമിക്കപ്പെട്ടത്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ അനന്തരവളായ ദീപ ജയകുമാർ AIDMKയിൽ ചേരാൻ തീരുമാനിച്ചു. നേരത്തെ സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി O പനീർശെൽവം പാർട്ടിയിൽ ചേരാൻ ക്ഷണിച്ചെന്നും ഉടൻ അംഗത്വം എടുക്കുമെന്നും ദീപ പറഞ്ഞു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും ശബരിമല വിഷയവും ചർച്ചയാകുന്നതിനെ കളിയാക്കി നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ. ഇതാണോ നമ്മുടെ പ്രധാന പ്രശ്നങ്ങളെന്ന് അമർത്യ സെൻ ചോദിച്ചു. ലോകത്തെവിടെയും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യുന്നതെന്നും അമർത്യ സെൻ പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റോബർട്ട് വദ്രയുടെ സുഹൃത്തായ മനോജ് അറോറ മുൻകൂർ ജാമ്യം തേടി പട്യാല ഹൌസ് കോടതിയെ സമീപിച്ചു. റോബർട്ട് വദ്രയുടെ സുഹൃത്തായ തന്നെ നിരന്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശല്യം ചെയ്യുകയാണെന്നും അറോറ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം അറോറയ്ക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തമിഴ്നാട് കായിക മന്ത്രി ബാലകൃഷ്ണ റെഡ്ഡി രാജിവെച്ചു. 20 വർഷം മുമ്പ് നടന്ന കല്ലേറ് കേസുമായി ബന്ധപ്പെട്ട് 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി. ഹൊസൂരിൽ വ്യാജമദ്യത്തിനെതിരെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് കേസുണ്ടായിരുന്നത്. കേരള ബാങ്ക് രൂപീകരണത്തിന് സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭയുടെ തീരുമാനം. നിലവിലെ നിയമത്തിലെ 3/2 ഭൂരിപക്ഷം എന്നത് കേവല ഭൂരിപക്ഷം എന്നാക്കിയാണ് ബാങ്കുകളുടെ ലയനം. ജനുവരി 15-ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന കുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരെ സ്വാഗതം ചെയ്ത് UP കായിക മന്ത്രി ഡോക്ടർ നീൽകണ്ഠ് തിവാരി. വാരാണസിയിൽ ജനുവരി 21-ന് നടക്കുന്ന പ്രവാസി ഭാരതീയ ദിനഘോഷിലേക്ക് കേരള ഗവർണറെയും മുഖ്യമന്ത്രിയെയും ക്ഷണിക്കാൻ കേരളത്തിലെത്തിയതായിരുന്നു നീൽകണ്ഠ് തിവാരി. കുഷ്ഠരോഗത്തിന്റെ പേരിലുള്ള വിവാഹമോചനം തടയുന്ന വ്യക്തി നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വ്യക്തി നിയമങ്ങളും സ്പെഷ്യൽ മാരേജ് ആക്ടും ഭേദഗതി ചെയ്യുന്ന ബില്ലാണിത്. കുഷ്ഠരോഗം മാറാരോഗമല്ലെന്നും അത് വിവാഹമോചനത്തിന് കാരണമാകാൻ പാടില്ല എന്നും ബില്ലിൽ പറയുന്നു. ലോകബാങ്ക് പ്രസിഡന്റ് യോം കിങ് ഫെബ്രുവരിയോടെ വിരമിക്കും. 6 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷമാണ് വിരമിക്കൽ. പെട്ടെന്നുള്ള വിരമിക്കൽ തീരുമാനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല.
ആൽപ്സ് പർവ്വതനിരയിലുണ്ടായ കനത്ത മഞ്ഞുവീഴ്ചയിൽ 7 പേർ കൊല്ലപ്പെട്ടു. കാണാതായ നിരവധി പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഹിമപാതം മൂലം പർവ്വതനിരകളിലേക്കുള്ള സഞ്ചാരം നിരോധിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ മറച്ചുവെക്കാൻ സഹായിച്ച ഫ്രഞ്ച് കർദിനാൾ വിചാരണയ്ക്ക് വിധേയനായി. കർദിനാൾ ഫിലിപ്പ് ബാർബറിനാണ് വിചാരണയ്ക്ക് വിധേയനായത്. സുഡാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ ഇതുവരെ 816 പേർ അറസ്റ്റിലായതായി വിവരം. ആഭ്യന്തരമന്ത്രി അഹമ്മദ് ബിലാൽ ഒസ്മാൻ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. കഴിഞ്ഞ മാസം 19-നാണ് മരുന്നുകൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും ഇന്ധനത്തിനും വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സുഡാനിൽ സമരം തുടങ്ങിയത്. പുതിയ മലേഷ്യൻ രാജാവിനെ തീരുമാനിക്കാൻ മുതിർന്ന രാജകുടുംബാംഗങ്ങൾ ഈ മാസം 24-ന് യോഗം ചേരും. മലേഷ്യയുടെ 15ാമത്തെ രാജാവായ സുൽത്താൻ മുഹമ്മദ് 5-ൻ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഈ മാസം 31-ന് പുതിയ രാജാവ് അധികാരമേൽക്കും. റാഖൈൻ വിമതർക്കെതിരെ ശക്തമായ സൈനിക നടപടിയുണ്ടാകുമെന്ന് മ്യാൻമാർ ആർമി. കഴിഞ്ഞ ആഴ്ച വിമതർ 4 പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. മ്യാൻമാറിലെ ഏറ്റവും ദരിദ്രമായ മേഖലയാണ് റബൈൻ. ബ്രസീൽ പരിസ്ഥിതി സംഘടനയുടെ തലവൻ സുവേലി ഡി അറൌഞ്ചു രാജിവെച്ചു. ഏജൻസിയുടെ ഫണ്ട് ചെലവഴിക്കലിനെക്കുറിച്ച് പുതുതായി ചുമതലയേറ്റ ബ്രസീൽ പ്രസിഡന്റ് ജെർ ബോൾസോനാരോ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് രാജി. 2016 മുതൽ സംഘടനയുടെ ചുമതല നിർവഹിക്കുകയായിരുന്നു അത്. വെനസ്വേലയുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി ക്രിസ്ത്യൻ സെർപ്പ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സെർപ്പ മഡുറോയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും അഭിപ്രായപ്പെട്ടു. സ്വകാര്യ TV ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഉപാധികളോടെ സിൻജിയാങ് മേഖലയിൽ UN പ്രതിനിധികൾക്ക് പ്രവേശിക്കാമെന്ന് ചൈന. സിൻജിയാങ് മേഖലയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പ്രദേശത്ത് UN ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്യും. സൈനിക അട്ടിമറി ശ്രമങ്ങളെ ചെറുത്ത് ഗ്യാബൻ സർക്കാർ. 50 വർഷമായി തുടരുന്ന പ്രസിഡന്റ് അലി ബോങ്കോയുടെ ഭരണത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് സംശയിക്കുന്ന 2 പേരെ സൈന്യം വധിച്ചു. നിയമാനുസൃതമല്ലാത്ത ഡ്രോൺ ഉപയോഗം തടയുന്നതിന് പോലീസിന് പുതിയ അധികാരം നൽകി ബ്രിട്ടൻ. വിമാനത്താവളത്തിൽ ഡ്രോണുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലകൾ വിപുലീകരിക്കും. 2019 നവംബർ 30 മുതൽ 250 ഗ്രാമിനും 20 കിലോയ്ക്കും ഇടയിലുള്ള ഡ്രോണുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും ബ്രിട്ടൻ. പരസ്യത്തിന്റെ പേരിൽ HSBC ബാങ്കിനെതിരെ രൂക്ഷ വിമർശനം. പരസ്യങ്ങൾ ബ്രെക്സിറ്റ് വിരുദ്ധമാണ് എന്നാണ് പ്രധാന വിമർശനം. എന്നാൽ ബ്രെക്സിറ്റിനെ കുറിച്ചല്ല തങ്ങളുടെ പരസ്യം എന്നാണ് HSBCയുടെ വാദം. 18-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഹോളിവുഡ് താരം കെവിൻ സ്പാസി കോടതിയിൽ ഹാജരായി. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 2 തവണ ഓസ്കർ പുരസ്കാരം നേടിയിട്ടുണ്ട് കെവിൻ സ്പാസി. ചർച്ചകൾക്കായി US ഉദ്യോഗസ്ഥർ തന്നെ 2 തവണ സമീപിച്ചതായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയുടെ സഹായി അലി ഷംഖാനി. ചർച്ചകൾക്ക് താൻ വിസമ്മതിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി കൂടിയാണ് അലി ഷംഖാൻ. പാരീസിൽ മഞ്ഞ വിപ്ലവ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തടിച്ച ബോക്സർ കീഴടങ്ങി. ക്രിസ്റ്റഫർ ഡെങ്കിൻഗർ ആണ് കീഴടങ്ങിയത്. തന്റെ കുടുംബത്തിന് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റെം സെൽ ഗവേഷണം കണ്ടുപിടിച്ചത് ഹിന്ദുക്കളാണെന്ന അവകാശവാദവുമായി ആന്ധ്ര സർവകലാശാല വൈസ് ചാൻസലർ G. നാഗേശ്വർ റാവു. മഹാഭാരതത്തെ മുൻനിർത്തിയാണ് റാവുവിന്റെ പ്രസ്താവന. ആൽബർട്ട് ഐൻസ്റ്റീന്റെയും ഐസക് ന്യൂട്ടന്റെയും ഗവേഷണങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കേ ഇന്ത്യയിലെ തുണി ഫാക്ടറികളിൽ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് രാത്രി ഷിഫ്റ്റ് നൽകരുതെന്ന് പുതിയ നിയമം. 9 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുതെന്നും നിയമത്തിൽ പറയുന്നു. സൗത്ത് ഇന്ത്യ മിൽസ് അസോസിയേഷൻ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നിയമം. ഗാസ സ്ട്രിപ്പിനും ഈജിപ്തിനും ഇടയിലുള്ള റഫായിൽ നിന്ന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയാണെന്ന് പലസ്തീൻ അതോറിറ്റി. ഹമാസ് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് അപമാനിക്കുകയാണെന്നും പലസ്തീൻ അതോറിറ്റി കുറ്റപ്പെടുത്തി. അനുനയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് ഹമാസ് പ്രതികരിച്ചു.
മതിൽ നിർമ്മാണത്തിനുള്ള ഫണ്ട് ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച US മെക്സിക്കൻ അതിർത്തി സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ടെലിവിഷൻ ചാനലുകളെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വൈറ്റ് ഹൌസ് വക്താവ് സാറ സാൻഡേഴ്സ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭക്തരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ആത്മീയാചാര്യനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുദ്ധബോയ് എന്നറിയപ്പെടുന്ന രാം ബഹാദൂർ ബോംജാനെതിരെയാണ് പോലീസ് കേസ് അന്വേഷണം തുടങ്ങിയത്. 4 കുടുംബങ്ങളെയാണ് ബഹാദൂറിന്റെ ആശ്രമത്തിൽ നിന്ന് കാണാതായത്. ഫേസ്ബുക്ക് വഴി യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച് വിവാഹ വാഗ്ദാനം നൽകി തന്ത്രപൂർവ്വം ലക്ഷക്കണക്കിന് രൂപയും ആഭരണങ്ങളും കവർന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശി പ്രതീഷിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവയിലെ ഒളിസ്ഥലത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. ബ്രിട്ടനിൽ നോ ഡീൽ ബ്രക്സിറ്റ് വേണ്ടെന്ന് വ്യക്തമാക്കിയ എംപിമാർ പ്രധാനമന്ത്രി തെരേസ മേയെ കാണാനൊരുങ്ങുന്നു. അടുത്തയാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് നീക്കം. 200 എംപിമാരും പ്രമുഖ വ്യവസായികളും തെരേസ മേയെ കാണുമെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിൽ ഖനി തകർന്നുള്ള മരണം 41ആയി. 60 മീറ്റർ താഴ്ചയുള്ള ഗുഹയിൽ ഖനനം നടത്തുന്നതിനിടെയാണ് ഭിത്തി തകർന്ന ദുരന്തമുണ്ടായത്. മുൻകരുതലുകൾ ഇല്ലാതെ അശാസ്ത്രീയമായി ഖനനം നടത്തിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അമേരിക്കൻ സൈന്യം സിറിയ വിടുന്നത് ഉപാധികളോടെ മാത്രം. ഐഎസിന്റെ പതനവും കുർദുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തതിനു ശേഷമേ പിന്മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇസ്രയേൽ സന്ദർശന വേളയിൽ ബോൾട്ടൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം IS മിസൈൽ ആക്രമണത്തിൽ 2 ബ്രിട്ടീഷ് സൈനികർക്ക് പരിക്കേൽക്കുകയും കുർദ് സൈനികൻ മരിക്കുകയും ചെയ്തിരുന്നു. തൊഴിലാളി വിരുദ്ധ നിയമത്തിനെതിരെ ദേശീയ പണിമുടക്ക് നടത്താനൊരുങ്ങി ഹംഗറിയിലെ തൊഴിലാളി സംഘടനകൾ. ജനുവരി 19-നാണ് സംഘടനകൾ സംയുക്തമായി രാജ്യവ്യാപക പണിമുടക്ക് നടത്തുക. മലേഷ്യൻ രാജാവ് വി മുഹമ്മദ് പദവിയൊഴിഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കാലാവധി പൂർത്തിയാക്കാതെ ഒരു ഭരണാധികാരി സ്ഥാനമൊഴിയുന്നത്. ദീർഘകാലാവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ അഭ്യൂഹങ്ങളോടെയാണ് രാജി എന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത്. ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ മാനസികാരോഗ്യ നില പരിശോധിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോർട്ട് ഓഫ് അപ്പീൽ തള്ളി. തക്ഷില ലക്മയി ജിയവർദ്ധന എന്ന സ്ത്രീയാണ് ഹർജി നൽകിയത്. ഹർജിക്കാരി കോടതി ചെലവിനത്തിൽ 1 ലക്ഷം രൂപ അടയ്ക്കാനും ഉത്തരവായി. US മുൻ പ്രതിരോധ സെക്രട്ടറി ഹാരോൾഡ് ബ്രൗൺ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കാലിഫോർണിയയിലെ വസതിയിലായിരുന്നു. എയർ ഹോസ്റ്റസായി ജോലി ചെയ്യുന്ന സൗദി വനിതകൾക്ക് മതിയായ തൊഴിൽ സാഹചര്യം ഒരുക്കുമെന്ന് നാസ് എയർ അറിയിച്ചു. ആഭ്യന്തര സർവീസുകളിൽ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവരുടെ സേവനം. ഈ മാസം സൗദി വനിതകളുടെ സേവനം തുടങ്ങും. സൗദി അറേബ്യയിലെ കരാർ കമ്പനികളിൽ വിദേശി ജീവനക്കാരുടെ ആധിപത്യമാണെന്ന് കോൺട്രാക്ടേഴ്സ് അതോറിറ്റി. 7.5 ലക്ഷം വിദേശികളും 1.13 ലക്ഷം സ്വദേശികളുമാണ് കരാർ കമ്പനികളിൽ ജോലി ചെയ്യുന്നത്. വിദേശ കോൺട്രാക്ടിംഗ് കമ്പനികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഹോളിവുഡിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 76-ാം പതിപ്പിൽ മികച്ച നടനായി ക്രിസ്ത്യൻ ബെയിലിനെ തിരഞ്ഞെടുത്തു. മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലാണ് താരത്തിന്റെ നേട്ടം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 4ാം എഡിഷന് വ്യാഴാഴ്ച കോഴിക്കോട്ട് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് MT വാസുദേവൻ നായർ KLFന് തിരിതെളിയിക്കും. കോഴിക്കോട് ബീച്ചിൽ 4 ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം പ്രമുഖർ പങ്കെടുക്കും. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് ആദരമർപ്പിച്ച് തലസ്ഥാനത്ത് ചലച്ചിത്രമേള. സിനിമ മാത്രമല്ല, ഗൃഹാതുരത്വം തുളുമ്പുന്ന സിനിമ കൊട്ടക കാഴ്ചകളും നസീർ ചലച്ചിത്രമേളയുടെ പ്രത്യേകതയാണ്. വ്യാഴാഴ്ചയാണ് മേളയുടെ സമാപനം. കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും പുതിയ ചിത്രം മള്ള് രാമചന്ദ്രനിലെ പ്രണയഗാനം പുറത്തിറങ്ങി. അപർണ ബാലമുരടിയും കൃഷ്ണ ശങ്കറുമാണ് ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അദീഫ് മുഹമ്മദാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പ്രകാശ് രാജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തെ പ്രശംസിച്ച് കമൽ ഹാസൻ. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നുവെന്ന് കമൽ ട്വിറ്ററിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന PM നരേന്ദ്രമോദി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. 23 ഭാഷകളിലായിട്ടാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വിവേക് ഒബ്രോയാണ് ചിത്രത്തിൽ മോദിയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത്.
സണ്ണി വെയിൻ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമായ ജിപ്സിയുടെ ടീസർ പുറത്തിറങ്ങി. രാജു മുരുകൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സഖാവ് ബാലൻ എന്ന കഥാപാത്രമായിട്ടാണ് സണ്ണി വെയിൻ എത്തുന്നത്. ജീവനായകനാകുന്ന ചിത്രത്തിൽ സംവിധായകൻ ലാൽ ജോസും അഭിനയിക്കുന്നു. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന 21ാം നൂറ്റാണ്ടിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. പ്രണവ് മോഹൻലാലും ഗോകുൽ സുരേഷും ഒന്നിച്ചെത്തുന്നു എന്നതാണ് പുതിയ ചിത്രത്തിന്റെ പ്രത്യേകത. YSRന്റെ ജീവിതകഥ പറയുന്ന ചിത്രം യാത്രയുടെ ട്രെയിലർ പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. മഹി വി രാഘവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയാണ് YSRന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന പുതിയ ചിത്രമായ ലൂസിഫർ മാർച്ചിൽ റിലീസ് ചെയ്യും. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ പ്രവർത്തകനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. കലാഭവൻ ഷാജോൺ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മോഷൻ പിക്ചേഴ്സ് സൗണ്ട് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്കയുടെ ബോർഡ് അംഗമായി റസൂൽ പൂക്കുട്ടിയെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ നിന്ന് റസൂൽ പൂക്കുട്ടി മാത്രമാണ് MPSCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചലച്ചിത്ര മേഖലയിലെ സൗണ്ട് എഡിറ്റർമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് MPSC. ജെറ്റ് എയർവേസ് മസ്കറ്റിൽ നിന്നുള്ള സർവീസുകൾ നിർത്താനൊരുങ്ങുന്നു. ഫെബ്രുവരി 10 മുതൽ മസ്കറ്റിൽ നിന്ന് സർവീസുകൾ ഉണ്ടാവുകയില്ല. ഫോക്സ് വാഗൻ കാർ ഉടമകൾക്കുണ്ടാകുന്ന ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാൻ ഒരുങ്ങുന്നു. വാറന്റി കാലാവധി നീട്ടാനും സൗജന്യ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമാണ് തീരുമാനം. 2 വർഷത്തെ വാറന്റിക്ക് പകരം ഇക്കൊല്ലം മുതൽ വാങ്ങുന്ന കാറുകൾക്ക് 4 വർഷത്തെയോ 1,00,000 കിലോമീറ്റർ വരെയോ വാറന്റി ലഭിക്കും. 125cc സ്കൂട്ടർ ശ്രേണിയിൽ താരമാകാൻ പുതിയ സ്കൂട്ടറുമായി പിയാജിയോ അപ്രീലിയ എത്തുന്നു. ഫാമിലി സ്കൂട്ടർ ഗണത്തിൽപ്പെടുന്ന അപ്രീലിയ കംഫർട്ട് 125 മോഡൽ ഓഗസ്റ്റോടെ വിപണിയിലെത്തും. 1ാം സ്ഥാനത്ത് നിന്നും മാരുതി വാഗനർ പുറത്ത്. ഇക്കുറി സെലറിയോയാണ് ചെറുകാർ ശ്രേണിയിലെ അധിപൻ. ഡിസംബർ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തുവരുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാവുന്നത്. ലാപ്ടോപ്പും ഇനി പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. ഇതിനായി കരുത്തുള്ള പവർ ബാങ്കിനെ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് സ്മാർട്ട് ഫോൺ ഇലക്ട്രോണിക് നിർമ്മാതാക്കളായ ഷവോമി. പവർ ബാങ്ക് 3 Pro ആണ് ഷവോമി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വർഷം 90,000 യൂണിറ്റ് ബൈക്കുകൾ വിൽക്കുകയാണ് ലക്ഷ്യമെന്ന് ജാവ. ഈ വർഷം മാർച്ചോടെ ബൈക്കുകൾ നിരത്തിലിറങ്ങി തുടങ്ങാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജാവ 42 മോഡലുകളുടെ വിൽപ്പന അടുത്തിടെ നിർത്തിവച്ചിരുന്നു. ഒരു ഷിഫ്റ്റിൽ 200 മോട്ടോർ ബൈക്കുകളാണ് നിർമ്മിക്കുന്നത്. ചൈനയ്ക്ക് സഹായകമായി ബ്രിട്ടൻ കോടികൾ നൽകുന്നതിനെതിരെ ബ്രിട്ടനിൽ ജനരോഷം ശക്തമാകുന്നു. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ബഹിരാകാശ ഗവേഷണ പദ്ധതികൾ നടത്തുകയാണെന്നും അതിനായി ബ്രിട്ടൻ ധനസഹായം നൽകേണ്ടതില്ല എന്നുമാണ് വിമർശനം. 2017-18 കാലത്തെ ടെലികോം കമ്പനികളിൽ നിന്നുള്ള സർക്കാർ വരുമാനത്തിൽ ഇടിവ് രേഖപ്പെടുത്തി. 22% കുറവാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ 1 പൗണ്ട് നാണയം ആഗോളമാകുന്നുവെന്ന് ട്രഷറി. ക്രൗൺ ഡിപ്പെൻഡൻസിയുള്ള വിദേശങ്ങൾക്കും പ്രദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും നാണയത്തിന്റെ സ്വന്തം പതിപ്പ് നിർമ്മിക്കാമെന്നാണ് അറിയിപ്പ്. 2017 12 വശങ്ങളുള്ള നാണയം അവതരിപ്പിച്ചത്. പുതിയ ഇ-കൊമേഴ്സ് നയം ഫെബ്രുവരി 1 നിലവിൽ വരാനിരിക്കെ തീയതി നീട്ടണം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കാൻ ആമസോണും ഫ്ലിപ്കാർട്ടും തയ്യാറെടുക്കുന്നു. രാജ്യത്ത് നിലവിൽ വരുന്ന ഇ-കൊമേഴ്സ് നയം ആമസോണിനും വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ടിനും ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ. വിനിമയ വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ മുന്നേറ്റം. 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം പുരോഗമിക്കുന്നതെന്ന് ദേശീയ ഓൺലൈൻ മാധ്യമമായ ലൈവ് മിനിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. മേഘാലയയിൽ BJP ഓഫീസിന് നേരെ ബോംബേർ. അജ്ഞാതരുടെ ആക്രമണത്തിൽ ഷില്ലോങ്ങിലെ ഓഫീസ് ഭാഗികമായി തകർന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഇസ്ലാം മതത്തെ തദ്ദേശവൽക്കരിക്കുവാനുള്ള പുതിയ നിയമം പാസാക്കിയിരിക്കുകയാണ് ചൈന. സോഷ്യലിസ്റ്റ് ആശയങ്ങളും സംസ്കാരവും ഉൾപ്പെടുത്തി ചൈനീസ് ഇസ്ലാമിക നിയമസംഹിത പൊളിച്ചെഴുതാനാണ് തീരുമാനം. രാജ്യത്തെ സംസ്കാരവും മൂല്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ് നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സാംസങ് ഗാലക്സി M10, M20 എന്നിവ ഈ മാസം ഇന്ത്യൻ വിപണിയിലെത്തും. ഇരു ഫോണുകൾക്കും 15,000 രൂപയിൽ താഴെയായിരിക്കും വില എന്നാണ് റിപ്പോർട്ട്.
ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഓപ്പോ ആർ സീരീസിലെ ഏറ്റവും പുതിയ ഫോൺ ഓപ്പോ R17 Pro ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 45,990 രൂപയാണ് വില. 3 പിൻ ക്യാമറകളാണ് ഫോണിനുള്ളത്. മാരുതി സുസുക്കിയുടെ ആദ്യ ഫുൾ ഹൈബ്രിഡ് കാറായ എസ്-ക്രോസ് 2020 വിപണിയിലെത്തുമെന്ന് റിപ്പോർട്ട്. ബ്രോഷുമായി സഹകരിച്ചാണ് പ്രാദേശികമായി ഹൈബ്രിഡ് എഞ്ചിൻ സുസുക്കി വികസിപ്പിക്കുന്നത്. സുസുക്കി ജിക്സറിന്റെ 250cc വേരിയന്റ് ഉടൻ വരുമെന്ന് സൂചന. 250cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് HOC എന്നിവയായിരിക്കും പ്രധാന പ്രത്യേകത. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഗ്രാമിന് 2,945 രൂപയും പവന് 23,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. ഏഷ്യൻ കപ്പിൽ കിർഗിസ്ഥാനെ 1-നെതിരെ 2 ഗോളുകൾക്ക് ചൈന തകർത്തു. 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷമായിരുന്നു കിർഗിസ്ഥാന്റെ തോൽവി. ഏഷ്യൻ കപ്പിൽ യമനെ 5 ഗോളിന് തകർത്ത ഇറാൻ. ഫിഫ റാങ്കിങ്ങിൽ 135-ാം സ്ഥാനത്തുള്ള യമൻ വെല്ലുവിളികൾ ഉയർത്താതെ തന്നെ ഇറാന് മുന്നിൽ കീഴടങ്ങി. തായ്ലൻഡ് ഫുട്ബോൾ ടീം കോച്ച് മിലോവൻ രജവാക്കയെ മാറ്റി. ഏഷ്യൻ കപ്പിൽ ഇന്ത്യയോട് തോറ്റതിന് പിന്നാലെയാണ് തായ് ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനം. FA കപ്പിൽ ലിവർപൂളിന് അപ്രതീക്ഷിത തോൽവി. വോൾഫ്സിനോട് 2-1 ലിവർപൂൾ തോറ്റത്. ഏഷ്യൻ കപ്പ് മത്സരത്തിൽ ഫിലിപ്പൈൻസിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. വെറും 1 ഗോളിനായിരുന്നു ഗ്രൂപ്പ് സിയിൽ നടന്ന പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയയുടെ വിജയം. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൗണ്ടപ്പ് കാണാം. നമസ്കാരം.